എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി മുട്ട ബജിയും അതിന് കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു ചമ്മന്തിയുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള വെള്ളം, അതുപോലെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1 പിടി പുതിനയില, 1 ചെറുനാരങ്ങയുടെ നീര്. ഇത്രയുമാണ് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് മല്ലിയിലയ്ക്ക് 1 പിടി പുതിനയില എന്ന റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പുതിനയില ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ മല്ലിയിലയും പുതിനയിലയും എല്ലാം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/2 കപ്പ് നാളികേരത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ചമ്മന്തി അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണേ. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ചമ്മന്തി വേണ്ടത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മുട്ട ബജി തയ്യാറാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അതിലേക്ക് 2 കപ്പ് കടലമാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം പൊടി, 1 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി ഫൈനായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് കറിവേപ്പില, ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ, ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യമായ വെള്ളം. ഇനി ആദ്യം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു വലിയ ബൗളിലോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 കപ്പ് കടലമാവിന് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം. ഇനി അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബാറ്ററിന് നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. സെമി തിക്നെസ്സിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളം കൂടിപ്പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. ഒരു സെമി തിക്നെസ്സിൽ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ അവിടെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിവിടെ ഓരോ മുട്ടയായിട്ട് എടുത്തതിന് ശേഷം ബാറ്ററിലൊന്ന് മുക്കിയെടുക്കണം. ബാറ്ററിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടയുടെ എല്ലാ സൈഡിലേക്കും ഒന്ന് ബാറ്റർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചോ ഇതൊന്ന് മുക്കി എണ്ണയിലോട്ടിടാം. ഇവിടെ ഞാൻ സ്പൂൺ വെച്ചാണ് ചെയ്യുന്നത്. നന്നായി ഒന്ന് എല്ലാ സൈഡിലും ബാറ്റർ ആവുന്ന രീതിയിൽ മുക്കിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മുട്ടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ മുട്ട ബജിയും ഈ ഒരു ചമ്മന്തിയും. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.